തേർഡ് സ്റ്റാൻഡേർഡിലെ എൻവയോൺമെൻറ്റൽ സയൻസ് തുടങ്ങുകയാണ്. ഫസ്റ്റ് യൂണിറ്റ് ഗ്രീൻ എർത്ത് ആണ്. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഒരു പോയമാണ്. നമുക്കൊന്ന് നോക്കാം അല്ലേ. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്, ഫ്ലൈ അവേ ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ. എന്താണ്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. ഒരു കുഞ്ഞു കിളിയോട് പറയാണ്, പറന്നു പോയി എന്ത് ചെയ്യാനാ പറയണേ, ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ തൊട്ടിട്ട് തിരിച്ചു വരാൻ പറയാണ്. ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്. പറ എന്താ, ഏത് ട്രീ ആണ് ബേർഡ് തൊട്ടത്, ആ ബേർഡ് തൊട്ട ട്രീ ഏതാണ്. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, എന്താ അതിൻ്റെ പേര്, ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ, ആ ട്രീ വലുതാണോ ചെറുതാണോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്ന് ചോദിക്കുകയാണ്. അടുത്തത് എന്താ, ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഫ്ലവർ ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദി ഫ്ലവർ. അടുത്തത് എന്താ പറയുന്നത്, ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്. പിന്നെയും കിളിയോട് പറന്ന് പോകാൻ പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയണത്, ഗോ ടച്ച് ദി ഫ്ലവറാണ് പ്രാവശ്യം ടച്ച് ചെയ്യാൻ പറയണത് അല്ലേ. ആൻഡ് കം ലിറ്റിൽ ബേർഡ്. എന്നിട്ട് ചോദിക്കുകയാണ്, വിച്ച് ഫ്ലവർ ഡിഡ് ദ ബേർഡ് ടച്ച്, ഏത് ഫ്ലവറാണ് ആ കിളി തൊട്ടത്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, എന്താ അതിൻ്റെ പേര്, ക്യാൻ യു ടെൽ ദ കളർ ഓഫ് ദ ഫ്ലവർ, എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ പൂവിൻ്റെ നിറം. അടുത്തത് ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ് പ്രാവശ്യം പറയണത് എന്താ, ഗോ ടച്ച് ദ ലീവ് ആണ് അല്ലേ. ലീഫ് തൊടാനാണ് പറയണത്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇല തൊട്ടിട്ട് വരാനാണ് പറയണത് കിളിയോട്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, എന്നാൽ ഏത് ലീഫാണ് ഏത് ഇലയാണ് ആ കിളി തൊട്ടത്, എന്താണ് അതിൻ്റെ പേര്, ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ഇലയുടെ ആകൃതി, ഷേപ്പ് എന്ന് പറഞ്ഞാൽ ആകൃതി പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കണത്. പേജ് നമ്പർ 8. ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്. നിങ്ങൾ കണ്ടിരുന്നോ കുട്ടികൾ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതും കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഷാൾ വി പ്ലേ ദിസ് ഗെയിം, നമുക്ക് ഈ കളി ഒന്ന് കളിച്ചാലോ. വിച്ച് പ്ലാന്റ്സ് വർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്. നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തൊടാൻ പറ്റിയിരുന്ന പ്ലാന്റ്സ് ഏതൊക്കെയായിരുന്നു. വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ, നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരൊക്കെ ഒന്ന് പറയാം. മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ മാവ്. ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് പറഞ്ഞാൽ പ്ലാവ്. കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞാൽ തെങ്ങ്. പാം ട്രീ എന്ന് പറഞ്ഞാൽ പന. കോക്കനട്ട് ട്രീയും പാം ട്രീയും പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ്, ദേ ഹാവ് നോ ബ്രാഞ്ചസ് അല്ലേ. ബ്രാഞ്ചസ് ഇല്ലല്ലോ. അപ്പോൾ ബ്രാഞ്ചസ് ഇല്ലാത്ത ട്രീസിൻ്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് കോക്കനട്ട് ട്രീ എന്നും പാം ട്രീ എന്നും എഴുതാം അല്ലേ. പിന്നെ പ്ലാന്റെയിൻസ് എന്ന് പറഞ്ഞാൽ വാഴയാണ്. എന്താണ്, വാഴയ്ക്ക് എന്താ പറയുക, പ്ലാന്റെയിൻസ്. പിന്നെ നീം ട്രീ എന്ന് പറഞ്ഞാൽ ആര്യവേപ്പ്. ബാംബു എന്ന് പറഞ്ഞാൽ മുള. റോസ് പ്ലാന്റ്, റോസാ ചെടി. ഹിബിസ്കസ്, ചെമ്പരത്തി. ജാസ്മിൻ, മുല്ല. ബേസിൽ, തുളസി. ലോട്ടസ്, താമര. വാട്ടർ ലില്ലി. ലോട്ടസും വാട്ടർ ലില്ലിയും ഒക്കെ വാട്ടർ പ്ലാന്റ്സ് ആണെന്ന് അറിയാലോ, വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളല്ലേ. വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോസ് ഇൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നു കേട്ടോ. വിച്ച് പാർട്സ്, ഏതൊക്കെ പാർട്സ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പാർട്സ് എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്. സൈറ ഒരു പ്ലാന്റിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ. വേറെ ഏതൊക്കെ പാർട്സ് ഈ പിക്ചറിൽ ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നിങ്ങൾക്കറിയാലോ എല്ലാ ലിവിങ് ബീയിങ്സിനും എന്തുണ്ട്, ബോഡി പാർട്സ് ഉണ്ട് എന്ന്. ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് കേട്ടോ. എല്ലാ ജീവനുള്ളതിനും എന്തുണ്ട്, ബോഡി പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ് ഒരു ലിവിങ് ബീയിങ് ആണെന്നുള്ളതും നിങ്ങൾക്കറിയാലോ. എന്താ കാര്യം, പ്ലാന്റ്സ് സ്വയം വളരുന്നുണ്ടല്ലേ, എന്താ വെള്ളവും വളമൊക്കെ വലിച്ചെടുത്ത് സ്വയം വളരുന്നുണ്ട്. എല്ലാ ലിവിങ് ബീയിങ്സിനും ബോഡി പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ പ്ലാന്റ്സിനും എന്തുണ്ട്, പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഏതാന്ന് വെച്ചാൽ റൂട്ടാണ്. എന്താണ് റൂട്ട്? റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വേര്. എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. നെക്സ്റ്റ് സ്റ്റെമ്മാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ടാണ്. തണ്ട് അല്ലെങ്കിൽ എന്താണ്, കാണ്ഡം എന്നും പറയാം. നെക്സ്റ്റ് ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ ഇല. പിന്നെ ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞാൽ പൂവ്. പിന്നെ ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പഴം. ഏതൊക്കെ പാർട്സാണ് പറഞ്ഞത്? റൂട്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര്. സ്റ്റെം. സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ട്. ലീഫ് ഇല. ഫ്ലവർ പൂവ്. ഫ്രൂട്ട് പഴം. പ്ലാന്റ്സിനുള്ള എല്ലാ പാർട്സിനും എന്തുണ്ട്, അതിൻ്റേതായ ഫങ്ഷൻസും ഉണ്ട്. നമുക്ക് മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിന് എല്ലാ പാർട്സും നമ്മൾ ഒരേ പ്രവർത്തനമാണോ ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പാർട്സിനും എന്തുണ്ട്, അതിൻ്റേതായ പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. അതെന്താ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് റൂട്ടിൻ്റെ ഫങ്ഷൻ പറയാം, റൂട്ടിൻ്റെ പ്രവർത്തനം പറയാം. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര് അല്ലേ. ഈ വേരാണല്ലോ പ്ലാന്റ്സിനെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അതൊരു ഫങ്ഷനാണ് കേട്ടോ. റൂട്ട് ഫിക്സസ് അല്ലെങ്കിൽ ഫിക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹോൾഡ്സ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ. സോയിലിൽ പിടിച്ചു നിർത്തുന്നു. വേറെ ഫങ്ഷൻ എന്താ? റൂട്ടാണല്ലേ, ഈ വേരാണ് എന്താണ്, മണ്ണിൽ നിന്നുള്ള വെള്ളവും അതിന് പ്ലാന്റ്സിന് വേണ്ട വെള്ളവും അല്ലെങ്കിൽ പോഷകങ്ങളും എല്ലാം വലിച്ചെടുക്കുന്നത്, വളമൊക്കെ വലിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വലിച്ചെടുക്കുക എന്നുള്ളതിന് അബ്സോർബ്സ് എന്നാണ് കേട്ടോ. എന്താ പറയുക, അബ്സോർബ്സ്. റൂട്ട് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. നമുക്ക് രണ്ട് ഫങ്ഷൻസ് പറയാം. റൂട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഫിക്സസ് പ്ലാന്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ. ഈ രണ്ട് ഫങ്ഷനാണ് റൂട്ട് ചെയ്യുന്നത്. നമ്മളിനി പറയാൻ പോകുന്നത് സ്റ്റെംസിൻ്റെ ഫങ്ഷനാണ്. സ്റ്റെം എന്ന് പറഞ്ഞാൽ തണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് തണ്ട് എന്ത് ചെയ്യണു, ഈ റൂട്ട് വലിച്ചെടുത്ത, വേര് വലിച്ചെടുത്ത വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ എങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു? ലീവ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് തണ്ട് ചെയ്യുന്നത്. ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. എന്നാൽ വെള്ളവും ന്യൂട്രിയൻസും ക്യാരി ചെയ്യുന്നു. അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. റൂട്ട് അബ്സോർബ് ചെയ്ത വെള്ളവും ന്യൂട്രിയൻസും ലീവ്സിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ. ലീഫിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് മേക്സ് ഫുഡ് ഫോർ ദ പ്ലാന്റ് അല്ലെങ്കിൽ പ്രിപ്പയേഴ്സ് ഫുഡ് ഫോർ ദ പ്ലാന്റ്. പ്ലാന്റിന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കലാണ് ലീഫ് ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്സായ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ആണ്. ആ ഫ്ലവേഴ്സും ഫ്രൂട്ട്സിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ടു ഗ്രോ ന്യൂ പ്ലാന്റ്സ്. പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാവാൻ സഹായിക്കലാണ് ഈ ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? പ്ലാന്റ്സ്, നമ്മുടെ ചുറ്റും കാണുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു, അതിൻ്റെയൊക്കെ നെയിമുകൾ പറഞ്ഞു. പിന്നെ അതിൻ്റേതായ പ്ലാന്റ്സിനൊക്കെ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ പാർട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ.